മോട്ടറോളയുടെ പുതിയ ഫോണാണ് മോട്ടറോള 1. 13,999 രൂപയാണ് ഈ ഫോണിന്റെ വില വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല ഫോണൊന്നുമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഇത് മോശമാണ് എന്ന് പറയാനുള്ള കാരണങ്ങളുമാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. മോട്ടറോള 1ന്റെ ഡിസ്പ്ലേ വരുന്നത് 5.9 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് HD+ റെസൊല്യൂഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ, ഫുൾ HD+ റെസൊല്യൂഷൻ ലഭിക്കുന്നില്ല. സാധാരണ 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഫോണുകളിലൊക്കെ നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷൻ ലഭിക്കാറുണ്ട്. എന്നാൽ 14,000 രൂപയ്ക്ക് വരുന്ന ഈ ഫോണിൽ നമുക്ക് HD+ റെസൊല്യൂഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതൊരു നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഒരു നോച്ച് വരുന്നുണ്ട്. നോച്ച് എന്ന് പറയുന്നത് ഇത്തിരി വലിയ ടൈപ്പ് നോച്ചാണ്. ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് കവർ വരുന്നത് ഒരു ഗ്ലാസ് ബോഡിയുമായിട്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ സാധാരണ മോട്ടറോള ഫോണുകളിൽ കാണുന്ന പോലെ വലിയ ക്യാമറ ബമ്പൊന്നും ഈ ഫോണിലില്ല. ചെറിയൊരു സ്പേസിൽ സൈഡിലായിട്ടാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. അതായത് ചെറിയ രീതിയിലൊക്കെ വെള്ളമായാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രോസസ്സർ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 625 എന്നുള്ള പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രോസസ്സറൊന്നുമല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് തരുന്ന മറ്റു പല ഫോണുകളും വരുന്നുണ്ട്. പിന്നെ 4 GB റാമും 64 GB ഇന്റേണലുമാണ് ഈ ഫോണിൽ വരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഈ ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 9 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. പിന്നെ ഈ ഫോണ് ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ലഭിക്കും. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ബ്ലോട്ട്വെയർസ് എല്ലാം ഈ ഫോണിൽ കുറവായിരിക്കും. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 13 മെഗാപിക്സലിന്റെ f2.0 അപ്പർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 2 മെഗാപിക്സലിന്റെ f2.4 അപ്പർച്ചറിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ് ഉള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിന്റെ f2.0 അപ്പർച്ചറിൽ വരുന്ന ഒരു സിംഗിൾ സെൻസറാണ്. ഈ ഫോണിൽ ബാറ്ററി വരുന്നത് 3000 mAh ബാറ്ററിയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം 15 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 13,999 രൂപയാണ് ഈ ഫോണിന്റെ വില വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല ഫോണൊന്നുമല്ല. ഒന്നാമത്തെ കാരണം HD+ റെസൊല്യൂഷൻ മാത്രമേ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ഫോണിൽ അത്ര നല്ല പ്രോസസ്സറൊന്നും വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട വേറെ ഫീച്ചേഴ്സും ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ല പെർഫോമൻസുമായിട്ട് വരുന്ന മറ്റു ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് റെഡ്മി നോട്ട് 7 പ്രോ, റെഡ്മി നോട്ട് 7, Asus ZenFone Max Pro M2, റിയൽമി 2 Pro പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് മോട്ടറോളയുടെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം റിലീസായ മോട്ടറോള 1 Power എന്നുള്ള ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോണിന്റെ വിലയും വരുന്നത് ഈ ഫോണിന്റെ അതേ വില തന്നെയാണ്. എന്നാൽ ആ ഫോണിൽ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്, 5000 mAh ബാറ്ററിയും ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഫോണിനേക്കാൾ 2000 mAh കൂടുതൽ. പിന്നെ ഫുൾ HD+ റെസൊല്യൂഷനുമായിട്ടാണ് ആ ഫോൺ വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഫോൺ മേടിക്കാതിരിക്കുന്നതാണ്.